പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ മനപരിവർത്തനം ഉണ്ടാകാൻ അല്ലെങ്കിൽ മനസ്സിനെ മാറ്റാൻ 3 ടിപ്പുകൾ അല്ലെ 3 കാര്യങ്ങൾ. അതാണ് തീർച്ചയായിട്ടും അത് ആവശ്യമുള്ളൊരു വിഷയമാണല്ലേ. പലരുടെയും പ്രശ്നം അതാണ്. പല കാര്യങ്ങളും അറിയാം, ഒരുപാട് അറിവുകളുമുണ്ട്. ഈ ആകാശത്തിന് താഴെയുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും ഘോരഘോരമായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കും. പക്ഷേ ഈ വ്യക്തികളിൽ വ്യക്തിഗതമായ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഈ കെട്ടിയിട്ട തോണി പോലെയാണ്. അത് കയറിൽ കെട്ടിയിട്ടിട്ട് ഈ വള്ളത്തിൽ കയറി വഞ്ചിയിൽ കയറി തുഴയുകയാണ്. ആൾക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ഈ മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മാറ്റം ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലെങ്കിലും ജീവിതമാകും മുൻപോട്ട് പോകുമ്പോഴും അനുനിമിഷം നമ്മളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാറ്റം പലപ്പോഴും എത്ര അറിവുള്ളവർക്കും നെഗറ്റീവ് ഡയറക്ഷനിലായതുകൊണ്ട് ഇവരിൽ സ്ഥിരമായൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷന് എന്ത് വേണം? ചില തത്വങ്ങൾ, 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. മനുഷ്യന് മാത്രമാണ് അറിവിലൂടെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സവിശേഷ ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അറിവുണ്ട്, പക്ഷെ അതിന് പ്രോസസ്സ് ചെയ്യുന്നില്ല. അതിന് ആദ്യം തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണല്ലോ പുറം ലോകത്തെ നമ്മൾ അറിയുന്നത്, പുതിയതായി പലത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കണ്ണിലൂടെ കാണുന്നതും ചെവിയിലൂടെ കേൾക്കുന്നതും സ്മെല്ല് ചെയ്തും ടച്ച് ചെയ്തും രുചിച്ചും ഒക്കെ നമ്മൾ പല അറിവുകളും നേടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അതിൻ്റെ പിന്നെ ഒരു വളരെ ശക്തമായ മനഃശാസ്ത്ര തത്വമുണ്ട്. നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസ് എന്ന് പറയുന്നതാണ്. അതായത് ശരീരത്തിൽ നമ്മൾ കോശങ്ങൾ എന്ന് പറയുന്നത് പോലെ തലച്ചോറിലെ കോശങ്ങൾക്ക് പറയുന്ന പേരാണ് ന്യൂറോൺസ്. ഈ ന്യൂറോൺസ് ഒരിക്കലും നശിക്കുന്നില്ല. ശരീരത്തിലെ മറ്റ് കോശങ്ങളിലെ സെൽസുകളെല്ലാം അത് അനുനിമിഷം ചത്തുപോകുന്നുണ്ട്, പുതിയ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യന്റെ മസ്തിഷ്കത്തിന് മാത്രമുള്ള പ്രത്യേകത, തലച്ചോറിലെ സെല്ല് അതായത് ന്യൂറോൺസ് ഒരിക്കലും നശിക്കുന്നില്ല. അതുകൊണ്ടാണ് കാലങ്ങളായിട്ടുള്ള ഓർമ്മകൾ നമ്മളിൽ ഇപ്പോഴും പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പുറമേ നിന്ന് വരുന്ന ഏത് അറിവുകളും അത് കണ്ണിലൂടെ കാണുന്ന, കണ്ണെന്ന് പറയുന്ന ഡിവൈസ് ആയിക്കോട്ടെ, ചെവി എന്ന് പറയുന്ന ഉപകരണമായിക്കോട്ടെ, ഇതിലൂടെ കിട്ടിയാൽ ഇത് ന്യൂറോൺസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് വൈബ് ഉണ്ടാകുന്നത്, വൈബ്രേഷൻ. ചിന്തിക്കാനുള്ള കഴിവ് ന്യൂറോൺസിനാണുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു 100 കോടിയിൽ പരം ന്യൂറോൺസ് ആണുള്ളത്. ഒന്നിൽ കിട്ടിയ വൈബ് അത് അടുത്തയിലേക്ക് പാസ് ചെയ്യും, അത് അടുത്തയിലേക്ക് പാസ് ചെയ്യും. ഇങ്ങനെ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ന്യൂറോൺ മുതൽ അടുത്ത ന്യൂറോൺ വരെയുള്ള പാസിങ്, അതിനെ പറയുന്നത് ന്യൂറോ ട്രാൻസ്മീറ്ററുകൾ എന്നാണ് പറയുന്നത്. ഇപ്പം ന്യൂറോൺസിൽ കിട്ടുന്ന ഏത് ചിന്തയും അത് അടുത്തയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, അടുത്തയിലേക്ക് ട്രാൻസ്മിറ്റ്. ഇങ്ങനെ ഒരു ബ്രെയിൻ പാത്ത് വേ സെറ്റ് ആകുന്നു. അത് സെറ്റ് ആകണമെങ്കിൽ എന്ത് വേണം? പുറമേ നിന്ന് കിട്ടുന്നൊരു അറിവിനെ സ്വയം നമ്മൾ എന്ത് ചെയ്യണം? വികാസം പ്രാപിപ്പിക്കണം, പ്രോസസ്സ് ചെയ്യണം. അതിന് ആദ്യം മുതൽ പണ്ട് പറയാറുണ്ട് സ്പിരിച്വാലിറ്റിയിലൊക്കെ, ശ്രവണം. നമ്പർ 1 ശ്രവണം. ശ്രവിച്ച കാര്യങ്ങൾ, കിട്ടിയ കാര്യങ്ങളിലെ മനനം, അതായത് ഈ പ്രോസസ്സാണ്. ഈ ന്യൂറോൺസ് നമ്മുടേതായ രീതിയിൽ അല്ല നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്കറിയുന്ന മറ്റു പല സാഹചര്യങ്ങളെ ഒത്തുനോക്കി കമ്പയർ ചെയ്ത് നിങ്ങളുടേതായ രീതി ഡൈജഷൻ വരുത്തണം. നമ്മൾ ഏത് വസ്തുക്കളും വായിലോട്ടിട്ട് കഴിഞ്ഞാൽ ചവച്ചരച്ച് ഉള്ളിലേക്ക് ആമാശയങ്ങൾക്ക് ഉതകുന്ന രീതിയിലല്ലേ അകത്തോട്ട് വിടാറുള്ളൂ. ഇനി ചവച്ചരയ്ക്കാതെ മെഴുകിയതെല്ലാം ഇൻഡൈജഷൻ ഉണ്ടാകും. അപ്പോൾ പുറമേ നിന്ന് അറിവുകൾ സ്വീകരിക്കുകയും ഒപ്പം അതിനെ പ്രോസസ് എന്ന് പറയുന്ന സംഭവം ഈ ന്യൂറോൺസിൽ സ്വയം നടത്തും. സെൽഫ് എക്സ്പാൻഷൻ പവർ, ആ മനനം, ശ്രവണം, മനനം, അതിലൂടെയാണ് ന്യൂറോ ട്രാൻസ്മീറ്ററുകളിലൂടെ ഇത് പാസ് ചെയ്യുന്നത്. അത് അടുത്തയിലേക്ക് പോകുന്നു. ഇനി അങ്ങനെ ആകുമ്പോൾ ഒരു വഴിച്ചാല് പോലെ, ഒരു ഒറ്റയടി പാത പോലെ ദൃഢമാകുമ്പോൾ ഒപ്പം കൂടുതൽ ഉറപ്പിക്കാൻ ആചരണവും കൂടി വേണം. അതായത് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു കാര്യത്തെ പുറമേ നിന്ന് കേട്ടു എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇന്നിപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയൊക്കെ വലിയൊരു വിപ്ലവം തന്നെ നടക്കുകയാണല്ലോ. പലരുടെയും കയ്യിൽ 1ഉം 2ഉം മൊബൈലൊക്കെ സന്തത സഹചാരിയായിട്ടുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻസ് അറിയുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പറയുന്ന യൂട്യൂബ് ചാനലുകളിലും വീഡിയോസിലൊക്കെ അറിവുകൾ കിട്ടാത്തതല്ല, ഒരുപാട് ആൾക്കാർ കിട്ടുന്നുണ്ട്. അതിൻ്റെ അതിപ്രസരം ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു? അതിനെ മനനം ചെയ്യുന്നില്ല. നിങ്ങളുടേതായ രീതിയിൽ അതിനെ മനനം ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ ആ ബ്രെയിൻ പാത്ത് വേ സെറ്റ് ആകുള്ളൂ. അതൊരു സ്വഭാവമായി മാറും. സ്വഭാവം. ഇപ്പോഴുള്ള പലരുടെയും സ്വഭാവം എന്താ? നിരന്തരം ഇതേപോലെ ആവർത്തിച്ചതാണ്. ചിലർ വിഷാദ രോഗികളാണ്. കാരണം എന്താ? ആ വിഷാദത്തെ പറ്റിയുള്ള ആ അനുഭവങ്ങളെ സംബന്ധിച്ച് അവർ പ്രോസസ്സ് ചെയ്യാൻ
പുറമേ നിന്ന് കിട്ടിയ ഏതോ അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ അവർ തന്നെ കേട്ട ഒരു സന്ദർഭമായിരിക്കാം, അല്ലെങ്കിൽ ഒരു അനുഭവമായിരിക്കും. അതിനെ തന്നെ വീണ്ടും വീണ്ടും പ്രോസസ്സ് ചെയ്ത് അത് ന്യൂറോ ട്രാൻസ്മിറ്ററിലൂടെ പാസ് ചെയ്ത് എന്തായി മാറി. അവർ മനനം ചെയ്യുക നെഗറ്റീവ് ഡയറക്ഷനിൽ. അങ്ങനെ മനനം ചെയ്തത് എന്താകുന്നു, ആചരിക്കുകയും കൂടെ ചെയ്യുക. അവരെന്താ ആചരിക്കുന്നത്? വെറുതെ കുത്തിയിരുന്ന് ഇങ്ങനെ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വിഷാദം. നേരെ തിരിച്ച് ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക, ആചരണത്തിലേക്ക് പോകണം. അറിവുകൾ പലർക്കും ഉണ്ട്. ഈ അറിവുകൾ എടുത്ത് പ്രോസസ്സ് ചെയ്ത് നിത്യജീവിതത്തിൽ വലിയ രീതിയിൽ ആചരിക്കണമെന്നില്ല. ഒരു മാറ്റമെങ്കിലും ഒരു ദിവസം വരുത്തുമെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ന്യൂറൽ പാത്ത് അങ്ങ് സെറ്റാകും. ആ പാത്വേ സെറ്റായി കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു ആകർഷണ സ്വഭാവമുള്ളതാണ്, കാന്തിക സ്വഭാവമുള്ളതാണ്. ഈ ന്യൂറൽ പാത്വേ സെറ്റായി കഴിഞ്ഞാൽ അതാ കാന്തിക. ആ മാഗ്നറ്റിന്റെ പ്രത്യേകത എന്താ? എന്തിലേക്ക് കൊടുക്കുന്നതിന് സമാനമാവേ പുറമേ നിന്ന് ആകർഷിക്കും. നമ്മുടെ തലച്ചോറിന് 2 കഴിവാണ് ഉള്ളത്. ഒന്ന്, ഒരുപാട് കാര്യങ്ങളെ ഗ്രഹിക്കാനും മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് ഗ്രഹിക്കാനും പ്രോസസ്സ് ചെയ്യാനും അതിനെ നേടിയെടുക്കാനുള്ള ആകർഷണ സ്വഭാവമുണ്ട്, ഒരു കാന്തിക സ്വഭാവമുണ്ട്. അതിന് ബയോ മാഗ്നറ്റ് എന്നാണ് പറയുന്നത്. ബയോളജിക്കൽ ബോഡിയിലെ മാഗ്നറ്റ് ഈ പ്രപഞ്ചത്തിൽ, പ്രപഞ്ചശക്തിയിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട സമ്പത്തും ഐശ്വര്യവും ദുരിതവും ദാരിദ്ര്യവും എല്ലാം ഉണ്ട്. വിജയമുണ്ട്, പരാജയമുണ്ട്, സ്നേഹമുണ്ട്, സ്നേഹശൂന്യതയുണ്ട്, എല്ലാം അടങ്ങി കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതാണ് പ്രപഞ്ച മനസ്സ്. അപ്പം അതിൽ നിന്നും നമുക്ക് ആകർഷിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വന്നിരിക്കുന്ന ന്യൂറൽ പാത്വേ സെറ്റാകും. അത് പ്രിഡോമിനൻ്റ് ആയി കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും പുറമേ നിന്ന് പ്രപഞ്ചശക്തി നമ്മൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു. ഇത് പല പേരുകളിലും പല വിഷയങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട്. തത്വമല്ല, ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ് വേണ്ടത്? ആദ്യം ശ്രവണം. പരമാവധി ശ്രവിക്കുന്നതിനെ എടുത്ത് നിങ്ങളുടേതായ പ്രോസസ് എടുത്ത് എഴുതി വെക്കുകയും അതിനെ നമ്മുടേതായ രീതിയിലാക്കി എടുക്കണം. അപ്പം നിങ്ങളൊരു ചായ തിളപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ പ്രോസസ്സ് അല്ലേ? ആഗ്രഹം വരണം. ആഗ്രഹത്തിൽ പോയി പാല് വാങ്ങിക്കൊണ്ട് വന്നു, അതിനെ പല പ്രോസസ്സിലൂടെയല്ലേ നമ്മുടേതാക്കി എടുക്കുന്നത്. എന്ന് പറയുന്നതുപോലെ കേട്ടിട്ട് കാര്യമില്ല. അവിടെ പാലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയും പാലുണ്ട്, ഇവിടെയും പാലുണ്ട്, അവിടെയുള്ള പാല് നല്ലതാണ്. ഇതെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ പോയി ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുക, ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും സ്പിരിച്വാലിറ്റി പറയുന്നത് താൻ പാരി ദൈവം പാരി. ഈ ദൈവം എന്ന് പറയുന്നതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് പ്രപഞ്ചത്തിൽ. പക്ഷെ അത് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ നീ ചെയ്യാനുള്ള ആദ്യം ചെയ്യും. ഈ സയൻസ് മനസ്സിലാക്കി. അല്ലാതെ ദൈവത്തിൻ്റെ പാതിയുണ്ടല്ലോ, അത് ആദ്യം ഇങ്ങോട്ട് തരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കുകയാണ്. ഒരിക്കലും നടക്കില്ല. പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, പ്രാർത്ഥനയിൽ പ്രവൃത്തിയും വരണം, പ്രവൃത്തിയിൽ പ്രാർത്ഥനയും വരണം. ഇത് രണ്ടും കൂടെ വരുമ്പോൾ മാത്രമേ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഗതി നടക്കുകയുള്ളൂ. ശരിയാണോ? ഞാൻ ഈ തരുന്ന അറിവ് നിങ്ങളൊന്ന് പ്രോസസ് ചെയ്ത് നോക്കൂ. അന്ന് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതൊന്ന് നിങ്ങളുടേതായ രീതിയിൽ, ഓരോരുത്തർക്കും വ്യത്യസ്ത ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്നിട്ട് പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുള്ളതായിട്ട് ഇതിനെ കണക്ട് ചെയ്യുക. ദെൻ അതിനെ ഓരോ ദിവസവും മാറ്റം വരുത്താൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുക. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തുടങ്ങാൻ വീട്ടിൽ മടി എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഏറ്റെടുത്ത് ഇന്ന് ഞാൻ ഇത്ര ചെയ്തിരിക്കും, അക്കംപ്ലിഷ് ചെയ്തിരിക്കും. ഈ ഒരു വാശിയോടുകൂടി ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങളും ഒരേപോലെയാകുന്നു. പതുക്കെ നിങ്ങളിൽ മാറ്റങ്ങളുണ്ടാകുന്നു, ട്രാൻസ്ഫർമേഷൻ. അത് എത്ര ഹൈറ്റ്സിലേക്ക് വേണം നിങ്ങൾക്ക് ഉയരാം. നിങ്ങൾ ഉദ്ദേശിച്ചൊരു അപ്പുറമുള്ള ചുറ്റുമുള്ള വിഭവങ്ങൾ ചുറ്റിനുമുണ്ട്, പ്രപഞ്ചശക്തിയിലുണ്ട്. അത് നിങ്ങൾക്ക് ആകർഷിക്കണമെങ്കിൽ ആദ്യം ഈ പ്രോസസ്സ് നിങ്ങൾ നടത്തിയേ പറ്റൂ. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക: ശ്രവണം, മനനം, ആചരണം. ക്ലിയർ? ഹിയർ ചെയ്യുക, അത് കണക്ക് തന്നെ അതിനെ റീപ്രോസസ് ചെയ്യുക, സെൽഫ് എക്സ്പാൻഡ് ചെയ്യുക, ദെൻ എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു സക്സസ്. ക്ലിയർ ആകുന്നുണ്ടോ? സ്വല്പം സ്പീഡിലാണ് ഞാൻ പറഞ്ഞത്, കാരണം ഇച്ചിരി ഷാർപ്പായിട്ട് ശ്രദ്ധിക്കാനാണ്. പെട്ടെന്ന് ക്ലിക്ക് ആകാത്തവർ വീണ്ടും ഒന്നുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ ഏകദേശം തീരുമാനമാവും. എന്നിട്ടോ ഇന്ന് മുതൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.